പാലക്കാട്ടുകാർക്ക് സുപരിചിതമായ ഒരു ഉത്സവം. അതെ, കൽപ്പാത്തി രഥോത്സവം. രഥോത്സവം എന്ന് കേൾക്കാത്തവർ കാണില്ല. പക്ഷേ എന്താണ്, എങ്ങനെയാണ് ഈ ഉത്സവം, ഇതിൻ്റെ പിന്നിലെ കഥ എന്താണ് എന്നൊക്കെ നമ്മളിൽ പലർക്കും അറിയില്ല. പാലക്കാട് ജില്ലയിലുള്ള കൽപ്പാത്തി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ ഏറ്റവും ആകർഷമായ ഉത്സവങ്ങളിൽ ഒന്നാണിത്. കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാടിൻ്റെ ഉത്സവകാലം തുടങ്ങുന്നത് കൽപ്പാത്തി രഥോത്സവം ആരംഭിക്കുന്നതോടെയാണ്. ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ സ്വാമി ശിവപാർവതി ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത്. പുരാതനമായ ഈ ക്ഷേത്രം നീളാനദി എന്നും അറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ്. 700 വർഷത്തോളം പഴക്കം ക്ഷേത്രത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു. വടക്കേ ഇന്ത്യയിലെ വാരണാസിയിലുള്ള പ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രവുമായുള്ള സാമ്യം കാരണം കാശിയിൽ പകുതി കൽപ്പാത്തി എന്ന് പഴഞ്ചൊല്ല് തന്നെയുണ്ട്. ഇതിനാൽ ദക്ഷിണ കാശി എന്നും തെക്കിൻ്റെ വാരണാസി എന്നും ഒക്കെ കൽപ്പാത്തിക്ക് പേരുകളുണ്ട്. രഥോത്സവം നടക്കുന്ന കൽപ്പാത്തിയിലെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം കണ്ടാലോ? ഇന്നത്തെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന മയിലാടുതുറൈ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ലക്ഷ്മി അമ്മാൾ എന്ന ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീക്ക് കാശി ദർശനത്തിനിടെ ഗംഗാ നദിയിൽ നിന്നും ഒരു ശിവലിംഗം ലഭിക്കുകയുണ്ടായി. മടക്കയാത്രയിൽ പല ക്ഷേത്രങ്ങളിലും ദർശനം കഴിഞ്ഞ അവർ ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ പ്രസ്തുത ശിവലിംഗം ഇറക്കി വെച്ച് വിശ്രമിക്കുകയായിരുന്നു. അല്പസമയം കഴിഞ്ഞ് ശിവലിംഗം എടുക്കാൻ ശ്രമിച്ച ലക്ഷ്മി അമ്മാൾക്ക് പക്ഷേ അതെടുക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന അശരീരി അവിടെ മുഴങ്ങി. ഭഗവാന്റെ അരുളപ്പാടാണിതെന്ന് വിശ്വസിച്ച ലക്ഷ്മി അമ്മാൾ അവിടെ ക്ഷേത്രം പണിയാൻ തീരുമാനിക്കുകയായിരുന്നു. അതിനനുവാദം ചോദിച്ച അവർ അന്നത്തെ പാലക്കാട് രാജാവായിരുന്ന ഇട്ടിക്കൊമ്പി അച്ഛനെ സമീപിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ക്ഷേത്രം പണിയാനുള്ള അനുവാദം വാങ്ങിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ തൻ്റെ നാട്ടിലെ പൂജാരീതികളാകണം ക്ഷേത്രത്തിൽ നടക്കേണ്ടത് എന്നൊരു നിബന്ധനയും ലക്ഷ്മി അമ്മാൾ രാജാവിന് മുന്നിൽ വെച്ചു. അതനുസരിച്ച് തമിഴ്നാട്ടിലെ പലയിടങ്ങളിൽ നിന്നും തമിഴ് ബ്രാഹ്മണർ പാലക്കാടിലേക്ക് കുടിയേറുന്നത്. അങ്ങനെ കുടിയേറിയവരിൽ ഒരു കൂട്ടർ കൽപ്പാത്തിപ്പുഴയുടെ കരയിൽ താമസമുറപ്പിച്ചു. അവരാണ് പിൽക്കാലത്ത് ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾ ഏറ്റെടുത്തത്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് ഈ ക്ഷേത്രവും പണിതിരിക്കുന്നത്. കാശിയിലെ അതേ സങ്കല്പത്തിൽ തന്നെ ഇവിടെ ശിവപാർവതിമാരെ കുടിയിരുത്തുകയും ഉപദേവതകൾക്ക് സ്ഥാനമൊരുക്കുകയും ചെയ്തു. അങ്ങനെയാണ് കൽപ്പാത്തിയിലെ മഹാക്ഷേത്രം നിലവിൽ വന്നത്. ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ ലക്ഷ്മി അമ്മാൾ പിന്നീട് ഇവിടെ വെച്ച് തന്നെ സമാധിയാകുകയായിരുന്നു. ക്ഷേത്രത്തിൽ ഉപദേവനായി കുടികൊള്ളുന്ന ഗംഗാധര ശിവലിംഗത്തിന്റെ ചുവട്ടിലാണ് അവരെ സമാധിയിരുത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും നടത്തുന്ന 10 ദിവസത്തെ രഥോത്സവം തുലാമാസത്തിലെ അവസാന ദിവസങ്ങളിലാണ് നടന്നുവരുന്നത്. വേദപാരായണവും സാംസ്കാരിക പരിപാടികളും രഥോത്സവത്തിൻ്റെ ആദ്യ 4 ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നടക്കുന്നു. അവസാനത്തെ 3 ദിവസം അലങ്കരിച്ച രഥം തെരുവുകളിലൂടെ ക്ഷേത്രങ്ങളിലേക്ക് വലിക്കുവാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ സ്ഥലങ്ങളിൽ ഒന്നാണ്. ആരാധ്യദേവന്മാരായ സുബ്രഹ്മണ്യനും കാശിനാഥനായ ശിവനും ഭഗവതിയും ഗണപതിയും ഇവർക്ക് കൂട്ടുവന്നെന്നും ഇഷ്ടദൈവങ്ങൾക്കായി അമ്പലങ്ങൾ ഉണ്ടാക്കി പൂജ നടത്തി പ്രീണിപ്പിച്ചെന്നും ദൈവങ്ങൾക്ക് സവാരി ചെയ്യാൻ അവർ രഥങ്ങളുണ്ടാക്കി രഥപൂജ നടത്തിയെന്നുമാണ് കഥ. വർഷത്തിലൊരിക്കൽ കൽപ്പാത്തിയിലെ ഭക്തരെ കാണാൻ ദേവന്മാർ രഥത്തിലേറി അഗ്രഹാര വീതിയിലൂടെ സവാരി നടത്തുമെന്നാണ് വിശ്വാസം. കാശിയിൽ പാതി കൽപ്പാത്തി എന്ന ചൊല്ല് അനർത്ഥമാകുകയാണിവിടെ. കൽപ്പാത്തിയിലെ പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളിൽ നിന്നും എത്തുന്ന രഥങ്ങൾ വിശാലാക്ഷി ക്ഷേത്രത്തിന് സമീപമുള്ള തെരുവിൽ ഒന്നിച്ചു ചേരുന്നു. പിന്നീട് എല്ലാവരും ചേർന്ന് വലിയ സംഘമായി മുന്നോട്ടു പോകുന്നു. പ്രധാന രഥത്തിൽ ശിവനും ഭഗവതിയും, ചെറിയ രഥങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും എഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം. മനോഹരമായി അലങ്കരിച്ച 6 രഥങ്ങളാണ് രഥോത്സവത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. രഥോത്സവത്തിന് കൊടിയേറി 5ാം തിരുനാളിൽ അർദ്ധരാത്രിയിലുള്ള ദേവരഥ സംഗമം കണ്ടു തൊഴുന്നത് ശ്രേഷ്ഠവും പുണ്യവുമാണെന്നാണ് വിശ്വാസം.
ചരിത്രകഥകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.